നമസ്കാരം. ഏതൊരു കുറ്റകൃത്യം നടത്തുമ്പോഴും എന്തെങ്കിലും ഒരു തുമ്പ് ഈ കുറ്റകൃത്യം നടത്തുന്നയാൾ അറിയാതെ അവിടെ അവശേഷിച്ചിട്ടുണ്ടാകും. മിക്ക കുറ്റകൃത്യങ്ങളിലും ഇത് സംഭവിക്കുന്നതാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടായാലും അല്ലെങ്കിൽ ആ കുറ്റകൃത്യം നടന്ന അടുത്ത ദിവസങ്ങളിലായാലും ഈ ചെറിയ തുമ്പ്, അതായത് കുറ്റവാളി അറിയാതെ അവശേഷിപ്പിച്ചിട്ട് പോയ ആ ചെറിയ തുമ്പിൻ്റെ ചുവട് പിടിച്ച് ഈ കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിയെ കണ്ടുപിടിച്ച സംഭവം കേരളത്തിൽ ഒരുപാടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം, അതായത് ചെയ്ത കുറ്റകൃത്യങ്ങൾ എല്ലാവരും മറന്നു, പോലീസും മറന്നു എന്ന് കരുതി ഒളിവിൽ കഴിയുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പിന്നാലെ പോയി പിടികൂടിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് താൻ ചെറിയ കൗമാരപ്രായത്തിൽ കൊലപ്പെടുത്തിയ ഒരാളെക്കുറിച്ചുള്ള വിവരവും വെളിപ്പെടുത്തിക്കൊണ്ട് 39 വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ രംഗത്തെത്തിയത്. അന്ന് ആരും അത് വിശ്വസിച്ചില്ല. പക്ഷേ കുറ്റബോധം കാരണമാണ് താനത് തുറന്നു പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എത്തിയത്. എന്തായാലും അതുപോലെയുള്ള ഒരു സംഭവമാണ് 39 വർഷങ്ങൾക്ക് ശേഷം കുറ്റവാളിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പൂയപ്പള്ളിയിൽ സംഭവിച്ചിരിക്കുന്നത്. കൊല്ലം പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടെ 39 വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു, പിന്നീട് ഒളിവിൽ പോകുന്നു. അതിനുശേഷം ആ മനുഷ്യനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. എന്നാൽ ഒരു അത്ഭുതം പോലെ ആ മനുഷ്യൻ പിന്നീട് ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നു, ഒരാളെ യാദൃച്ഛികമായി കാണുന്നു, ചില കാര്യങ്ങൾ അയാളോട് ചോദിക്കുന്നു. അയാൾ ഇക്കാര്യം തൻ്റെ സുഹൃത്തായ പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിക്കുന്നു. പിന്നീട് കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു. പോലീസ് ജാഗരൂകരായി. ഈ 39 വർഷങ്ങൾക്ക് ശേഷം പഴയ ഫയലുകളൊക്കെ തപ്പിയെടുത്തു. 39 കൊല്ലം മുമ്പ് അവിടെ അങ്ങനെ ഒരു കൊലപാതകം നടന്നു എന്നവർക്ക് മനസ്സിലായി. പിന്നീട് അവർ പ്രതിയെ പിടികൂടും. വെളിയം പടിഞ്ഞാറ്റിൻകര കോടിയാട്ട് വീട്ടിൽ മോഹനൻ പിള്ള എന്ന 64-കാരനെയാണ് പൂയപ്പള്ളി പോലീസ് കോട്ടയം ജില്ലയിലെ കല്ലറ എന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ പിടികൂടിയത്. വെളിയം പടിഞ്ഞാറ്റിൻകര കോടിയാട്ട് വീട്ടിൽ ചന്ദ്രശേഖരൻ പിള്ളയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഈ മോഹനൻ പിള്ള. മോഹൻ പിള്ളയുടെ സഹോദരിയുടെ ഭർത്താവാണ് ഈ കൊല്ലപ്പെട്ട ചന്ദ്രശേഖരൻ പിള്ള. ഈ സംഭവം നടക്കുന്നത് 1987 ജനുവരി 11-നാണ്. അന്ന് വൈകിട്ട് വീട്ടിൽ മദ്യപിച്ച് ഈ ചന്ദ്രശേഖരൻ പിള്ള എത്തി. അവിടെ ബഹളമുണ്ടാക്കി. ഗത്യന്തരമില്ലാതെയാണ് വെട്ടുകത്തി കൊണ്ട് ഈ മോഹനൻ പിള്ള ചന്ദ്രശേഖരൻ പിള്ളയുടെ കഴുത്തിൽ വെട്ടിയത്. അയാൾ അപ്പോൾ തന്നെ മരണപ്പെടുകയും ചെയ്തു. അന്ന് ഈ മോഹൻ പിള്ളയ്ക്ക് 25 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പിന്നീട് ഇയാൾ അളിയൻ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം ഇയാൾ നേരെ ഒളിവിൽ പോയി. അയാൾക്ക് അപ്പോഴുള്ള ഒരു ആവശ്യത്തിന് ചെയ്തതായിരിക്കാം. എന്തായാലും അളിയൻ മരിച്ചതോടുകൂടി പുള്ളി നേരെ ഒളിവിൽ പോയി. കൊല്ലപ്പെടുമ്പോൾ ചന്ദ്രശേഖരൻ പിള്ളയ്ക്ക് അന്ന് 35 വയസ്സായിരുന്നു. മോഹൻ പിള്ളയേക്കാൾ 10 വയസ്സ് പ്രായ കൂടുതൽ. ഈ കൊല്ലപ്പെട്ട ചന്ദ്രശേഖരൻ പിള്ളയ്ക്ക് ജ്യോതി, മണികണ്ഠൻ എന്നീ 2 മക്കളും ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് കടന്ന മോഹൻ പിള്ള നേരെ പോയത് വേളാങ്കണ്ണിയിലേക്കാണ്. അവിടെ വെച്ച് കോട്ടയം കല്ലറ സ്വദേശികളായ ചിലരെ പരിചയപ്പെട്ടു. അവരുമായി പരിചയപ്പെട്ട് നേരെ കല്ലറയിലെത്തി. അവിടെ തോട്ടം തൊഴിലാളിയായി ജോലി ചെയ്തു. രാജൻ എന്ന പേരിൽ ആണ് അദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്നത്. അങ്ങനെ അവിടുത്തെ പരിചയമൊക്കെ മുതലാക്കി അവിടെ തന്നെയുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് കുടുംബമായി അവിടെ താമസിച്ച് വരികയായിരുന്നു. ഇപ്പോൾ 37-35 വയസ്സുള്ള 2 മക്കളുണ്ട് ഈ മോഹൻ പിള്ളയ്ക്ക്. ഈ അടുത്ത കാലത്തായി മോഹൻ പിള്ളയ്ക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ടായി. അങ്ങനെ അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തി. അവിടെ വെച്ച് തൻ്റെ സ്വദേശമായ വെളിയത്തുള്ള ഒരാളെ മോഹൻ പിള്ള കണ്ടു. വെളിയം മേഖലയിലെ കാര്യങ്ങളെക്കുറിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമൊക്കെ ഈ മോഹൻ പിള്ള അയാളോട് വളരെ കൗതുകപൂർവ്വം ചോദിച്ചു, ആകാംക്ഷാപൂർവ്വം ചോദിച്ചു. അപ്പോഴാണ് ഇയാൾക്ക് എന്തൊക്കെയോ സംശയം തോന്നി. ഇയാൾക്ക് ആ ഒരു ഓർമ്മയുണ്ടായിരുന്നു. ഇത് 39 കൊല്ലത്തിന് മുമ്പ് ഇതുപോലെ ഒരു കൊലപാതകം അവിടെ നടന്നിട്ടുള്ളതായിട്ടുള്ള കാര്യം അയാൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പരിചയക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനോട് വിവരം പറഞ്ഞു. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോട്ടയം, ഏറ്റുമാനൂർ, കല്ലറ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് മോഹനൻ പിള്ള പിടിയിലായത്. 2 വർഷത്തോളമായി വീട്ടിനടുത്തുള്ള ഷാപ്പിൽ ഈ സഹായിയായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു മോഹനൻ പിള്ള. എന്തായിരുന്നാലും പൂയപ്പള്ളി പോലീസ് പിടികൂടിയ മോഹൻ പിള്ളയെ കോടതി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. നോക്കൂ, ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നു കരുതിയ ഒരു കേസ്. ആ കേസിലാണ് ഇപ്പോൾ പ്രതി പിടിക്കപ്പെട്ടിരിക്കുന്നത്. അതൊരു പക്ഷേ നിമിത്തമായിരിക്കാം ഇയാൾക്കൊരു അസുഖബാധിതനായി ഇയാൾ കോട്ടയം മെഡിക്കൽ കോളേജിലെത്താനും വെളിയത്തുള്ള ഒരാൾ യാദൃച്ഛികമായി അവിടെ എത്താനും ഈ മോഹൻ പിള്ള അയാളെ കാണാനും ഇതേക്കുറിച്ച് ചോദിക്കാനും ഒക്കെ തോന്നിയത് ഒരു നിമിത്തം തന്നെയായിരിക്കാം. ഒരുപക്ഷെ മോഹൻ പിള്ളയ്ക്ക് അത് ചോദിക്കാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ മോഹൻ പിള്ളയാണ് ഇതെന്നുള്ള കാര്യം അയാൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ എന്തായിരുന്നാലും മോഹൻ പിള്ളയുടെ കുഴി മോഹൻ പിള്ള തന്നെ തോണ്ടി. എന്തായിരുന്നാലും വാർദ്ധക്യ കാലത്ത് ജയിലിൽ കിടന്ന് മരിക്കാനായിരിക്കണം ഇദ്ദേഹത്തിൻ്റെ വിധി. എന്തായാലും ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങളുണ്ട്. എന്തൊരു കുറ്റകൃത്യം ചെയ്താലും ആ കുറ്റകൃത്യത്തിൽ എന്തെങ്കിലും ഒരു തുമ്പ് അവശേഷിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും മോഹൻ പിള്ള തൻ്റെ 25-ാമത്തെ വയസ്സിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഒരു പാതകം
അത് ചിലപ്പോൾ അപ്പോഴത്തെ ഒരു രോഷത്തിൽ ചെയ്തതായിരിക്കാം. മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും വീട്ടിൽ വന്ന് സഹോദരിയെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അത് സംഭവിച്ച ഒരു പിഴവായിരിക്കാം. പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഇത്തരത്തിൽ സംഭവിക്കാം. ഇതൊക്കെ മോഹൻ പിള്ളയൊക്കെ ഒരു പാഠമാണ്. ആ ഒരു നിമിഷത്തെ ആ ഒരു അവിവേകമാണ് അയാളുടെ ജീവിതം തന്നെ തകർത്തെറിഞ്ഞതും ഈ വാർദ്ധക്യകാലത്ത് അയാൾക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്നതും.